എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. അതായത് 600 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷയാണ് ഇന്ന് അവസാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആകെ എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അതിനോടൊപ്പം എക്സ്ട്രാ 600 രൂപ ഫൈനായിട്ട് ഈ ഒരു ഫൈനോട് കൂടി നിങ്ങൾക്ക് അപേക്ഷ ഇന്ന് വൈകുന്നേരം വരെ നൽകാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണോ നിങ്ങൾ മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിൻസിപ്പാൾമാർക്ക്, അതായത് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളാണ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും അധ്യാപകരാണ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നിങ്ങളുടെ രജിസ്ട്രേഷൻ, അത് നിങ്ങൾക്ക് സ്കൂളിൽ അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താവുന്ന അവസാന തീയതി 31/5/2025 അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു 600 രൂപ ഫൈനോട് കൂടിയാണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനകം അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇന്ന് അപേക്ഷ കൊടുത്താൽ മാത്രമാണ് സ്കൂളിൽ നിന്നും പിന്നീട് ഈ ഒരു 31-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡേറ്റിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വൈകുന്നേരത്തിനകം നിങ്ങളുടെ അപേക്ഷ, അതായത് നൽകിയിട്ടില്ലെങ്കിൽ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്കൂളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റൽ പോർട്ടൽ വഴി നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/5/2025 അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ന് വരെയാണ് ഈ ഒരു ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾമാർക്ക് ഫൈനോട് കൂടിയുള്ള ഫീസ് ട്രഷറിയിൽ കൊടുക്കേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. അത് ഈ ഒരു ജൂൺ അല്ല, മെയ് 30-ാം തീയതിയാണ്. അപ്പോൾ മെയ് 30-ാം തീയതി ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന് തന്നെ ഈ ഒരു 600 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിക്കുക എന്ന് പറയാൻ കാരണം സ്കൂളിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാളത്തേക്ക് പോയിട്ട് ഈ ഒരു പൈസ അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഈ ഒരു 31-ാം തീയതിക്കുള്ളിൽ സ്കൂളിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ടൈം ടേബിൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് 4/6/2025 അതുപോലെ 5/6/2025 അതായത് ജൂൺ 4-5 തീയതികളിലായിട്ടാണ് നടത്തുക. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2025 പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരായവർ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാവേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് ഹാജരാവേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ജൂൺ 23-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ ഉണ്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഹാൾ ടിക്കറ്റ് ഏകദേശം ജൂൺ 2-ാം തീയതിയോടെ തന്നെ സ്കൂളുകളിൽ നിന്ന് ലഭ്യമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ജൂൺ 15-ാം തീയതിയോടെയാണ് ഹാൾ ടിക്കറ്റുകൾ ലഭ്യമാകുക. അത് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ ടൈം ടേബിൾ എന്ന് പറയുന്നത് ജൂൺ 23-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ പാർട്ട് 2 ആയിട്ടുള്ള അത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയും, അതുപോലെ തന്നെ 24-ാം തീയതി അതായത് ജൂൺ 24-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷും, 24-ാം തീയതി ചൊവ്വാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ 25-ാം തീയതി ബുധനാഴ്ച രാവിലെ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 25-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയും. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും. അതുപോലെ തന്നെ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ 27-ാം തീയതി രാവിലെ, അതായത് ജൂൺ 27-ാം തീയതി വെള്ളിയാഴ്ചയാണ്, അന്ന് രാവിലെ ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്
അന്നത്തെ പരീക്ഷകളുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ ഇന്ന് വൈകുന്നേരത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അതിലൊട്ടിക്കാനായിട്ടൊരു ഫോട്ടോ, അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് എത്രയാണോ അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 600 രൂപ കൂടി എടുക്കണം, കാരണം ഫൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്. നിങ്ങൾ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ, അതായത് നിങ്ങളുടെ +1ൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പരിശോധിച്ച വെബ്സൈറ്റിൽ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ അതിൽ പറഞ്ഞ ക്യാപ്ച കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കോപ്പിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഹാൾ ടിക്കറ്റ് ചോദിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +2ൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻറ്റ് നിങ്ങൾ ഈ ഒരു results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.